Hi all, welcome to TOES Academy. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെറ്റ് ഫിസിക്സിന്റെ ഒരു 3 month സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ സെറ്റ് ഫിസിക്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ സെറ്റ് ഫിസിക്സിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു അല്ലേ? നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഇനി മുതലെങ്കിലും സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്കറിയാം വരാൻ പോകുന്ന സെറ്റ് എക്സാം വളരെ ക്രൂഷ്യൽ ആണ് അല്ലേ? കാരണം എന്താണ്, നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെയും HSST നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഫിസിക്സിന്റെ HSST എക്സാമിന് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെറ്റും കൂടെ നമുക്ക് ഈ വരുന്ന HSTക്ക് മുന്നേ കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചിങ് അധ്യാപന ജോലി നിങ്ങളുടെ ഒരു സ്വപ്നമാണ് എന്നുണ്ടെങ്കിൽ HST എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന സെറ്റ് അത്രയും ക്രൂഷ്യൽ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 month സ്റ്റഡി പ്ലാൻ ആണ്. കേരള സെറ്റ് ഫിസിക്സിന്റെ 3 month സ്റ്റഡി പ്ലാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് LBSന്റെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സെറ്റ് ഫിസിക്സിന്റെ സിലബസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആക്ച്വലി സെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പേപ്പേഴ്സ് ആണ് നമുക്കുള്ളത് അല്ലേ? അതിൽ ഒരു പേപ്പർ ജനറൽ പേപ്പറും ഒന്ന് ഫിസിക്സിന്റെ പേപ്പറുമാണ്. ജനറൽ പേപ്പർ രണ്ടിനും ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ പേപ്പറും ഫിസിക്സിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടെ നിങ്ങൾ പഠിക്കുകയും പാസ്സാവുകയും വേണം. നമ്മൾ ഈ വീഡിയോയിൽ ഫിസിക്സിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ സിലബസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 9 സബ്ജക്റ്റ് ആണ് മൊഡ്യൂളുകളായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 month എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും മിനിമം എന്താണ്, ഒരു 90 days നമ്മുടെ മുൻപിലുണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കേ, 9 സബ്ജക്റ്റ് 90 days. ഒരു സബ്ജക്റ്റിന് നിങ്ങൾ മിനിമം 10 days ഇനി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഫെബ്രുവരിയിലാണ് നമ്മുടെ എക്സാം. ഇപ്പം നവംബർ മാസമാണ് അല്ലേ? ഏറ്റവും മിനിമം 90 days എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കണം അല്ലേ? അതായത് നമുക്ക് ഇനിയുള്ള സമയത്ത് സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കോണം എന്നില്ല. അങ്ങനെ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന്റെ തലേന്ന് വരെ പഠിച്ച് സിലബസ് കവർ ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ച് റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ കൊടുത്തു വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മുമ്പിൽ 9 വിഷയങ്ങളുണ്ട്. 120 മാർക്കിന്റെ MCQ ടൈപ്പ് സെറ്റ് ഫിസിക്സ് എക്സാം ആണ് നമ്മളെ ഈ ഒരു 9 വിഷയം പഠിച്ചിട്ട് ആ ഒരു എക്സാം ആണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു 120 ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ജനറൽ കാറ്റഗറി വരുന്നവർക്ക് ഇൻഡിവിജ്വലി 48 ഈച്ച് പേപ്പറിനും 116 ആണ് ടോട്ടൽ ആയിട്ടുള്ള കട്ട് ഓഫും ക്ലിയർ ചെയ്ത് വരേണ്ടത് അല്ലേ? അപ്പോൾ ഇത് നിങ്ങളൊരു എയിം ചെയ്യുക. ഏത് കാറ്റഗറി ആണെങ്കിലും ഇത്രയും ഒരു മിനിമൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം എന്നുള്ളത് എയിം ചെയ്യാം. അപ്പോൾ 48 മാർക്കൊക്കെ 120യിൽ നമുക്ക് സുഖമായിട്ട് കിട്ടും അല്ലേ? ഇനി കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 65+ മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സെറ്റിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 9 പേപ്പർ ഏതൊക്കെയാണ്? മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ആറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ്. 9 പേപ്പർ 90 days നമ്മുടെ ടാർഗറ്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കുക, ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ മെൻഷൻ ചെയ്യുകയാണ്. ഈ ടോപ്പിക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഏകദേശം ഒരു 10 മാർക്കിന് മിനിമൽ ആവറേജ് 10 to 12 മാർക്ക് ചോദിക്കും. അപ്പോൾ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള അതിനകത്ത് ഒരു മിനിമൽ ഒരു 7 to 8 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ ടൈം വേണ്ടി വരും, നന്നായിട്ട് റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എൻ്റയർ സിലബസ് കവർ ചെയ്യുന്നതിന് പകരം ഇനി അങ്ങോട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് മിനിമൽ ടോപ്പിക്കുകൾ കവർ ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഒന്ന് തന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ വെക്റ്റർ ഓൾജിബ്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെട്രിസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൊറിയർ ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം, കോംപ്ലക്സ് അനാലിസിസ് ആൻഡ് സ്പെഷ്യൽ ഫങ്ഷൻസ്. അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കിയേ, 2, 3, 5 ടോപ്പിക്കുകൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 5 to 7 മാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓരോ മാർക്ക് ഷുവർ ആണ്, എങ്കിൽ കൂടി ഇതിനകത്ത് പല ടോപ്പിക്കുകൾ, ഇപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് ഒക്കെ പല ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു
ഒരു ടോപ്പിക് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ അത് എൻറ്റയർലി കവർ ചെയ്യണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുള്ളൂ. മെട്രിസസ് പഠിക്കുമ്പോൾ മെട്രിസസിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചെടുക്കണം. അതിൽ നിങ്ങളൊന്നും വിട്ടുപഠിക്കരുത്. ഒരു ടോപ്പിക് അത് എൻറ്റയർലി കവർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 5 to 7 മാർക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്ലാസിക്കൽ മെക്കാനിക്സ് നോക്കുക. അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്റ്റെബിലിറ്റി അനാലിസിസ്, സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം, റിജിഡ് ബോഡി ഡൈനാമിക്സ്, ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഹാമിൽട്ടൺ ജാക്കോബി തിയറി, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ STR നമുക്ക് വളരെ ഈസിലി നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് 2 to 3 മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ട്, ഇതൊന്നും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമല്ല. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ലഗ്രാഞ്ചിയൻ്റെ ഒക്കെ ഫൈനൽ റിസൾട്ടുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓരോ പേപ്പറും 10 days നമ്മൾ കവർ ചെയ്യാന്ന് പറയുമ്പോൾ 10 daysഉം ടോപ്പിക്ക് പഠിച്ചിരിക്കരുത്. മിനിമൽ ആയിട്ട് ടോപ്പിക്ക് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും എന്താ പറയുക PYQs നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 10 ദിവസത്തിൽ ടോപ്പിക്കുകൾ കവർ ചെയ്യാനും കൺസേൺഡ് ടോപ്പിക്കിലെ PYQs വർക്കൗട്ട് ചെയ്യാനും. അപ്പോൾ നമ്മളിവിടെ ക്ലാസ്സിൽ ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിന് മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ നമ്മൾ ബുക്ക്ലെറ്റ് ആയിട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തത് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. ഇപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഹാർമോണിക് ഓസിലേറ്റേഴ്സ്, കമ്മ്യൂട്ടേറ്റേഴ്സ്, അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ, ആംഗുലാർ മൊമെന്റം ആൻഡ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അതിൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്നൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏഗൺ വാല്യൂസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അതൊക്കെ ജസ്റ്റ് തിയറി പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ് അല്ലേ. അതേപോലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ തെർമോഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫ്രീ എനർജി പൊട്ടൻഷ്യൽസ്, എൻസെമ്പിൾസ്, ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, ഐഡിയൽ ബോസ് ആൻഡ് ഫെർമി ഗ്യാസസ് ആൻഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എന്തിൻ്റെ ബേസിലാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും റീസെൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്ന ഏരിയാസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫോക്കസ് ഏരിയാസ് നിങ്ങൾക്ക് തരുന്നത് അല്ലേ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ ഫോക്കസ് ഏരിയാസ് തന്നെ ആദ്യം കവർ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. ഇത് കൂടുതലും PYQസിൻ്റെ ബേസിൽ ഓരോ സബ്ജക്റ്റുകൾ പഠിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം. ഓക്കെ, അടുത്ത ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, മാക്സ്വെൽസ് ഇക്വേഷൻ. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഒത്തിരി കണ്ടന്റുകൾ വരുന്നുണ്ട് അല്ലേ. മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, മാക്സ്വെൽസ് ഇക്വേഷൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഗൈഡ്സ്. അപ്പോൾ വേവ് ഗൈഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ അധികം വലിയ ലെങ്തി അല്ലാത്ത ടോപ്പിക്കാണ്. അതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്കൊക്കെ അവിടുന്ന് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പഠിക്കാൻ എളുപ്പമുള്ളതും ടൈം ലെസ് കൺസ്യൂമിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെ വേണം നിങ്ങൾ ആദ്യം ഈ ദിവസങ്ങളിൽ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ്. നിങ്ങൾക്കറിയാം ആറ്റോമിക് ഫിസിക്സും ഉണ്ട് മോളിക്കുലാർ ഫിസിക്സും ഉണ്ട് അല്ലേ. ഹൈഡ്രജൻ സ്പെക്ട്രം, സീമൻസ് സ്റ്റാർക്ക് ആൻഡ് പാഷൻ ബാക്ക് ഇഫക്റ്റ്, സ്പെക്ട്രൽ ടേം സെലക്ഷൻ റൂൾസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൻസ് റൂൾ, രാമൻ സ്പെക്ട്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേസേഴ്സ് പഠിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാർക്ക് ആ ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോക്കസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് നോക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ബേസിക് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ്. ന്യൂക്ലിയർ ഫിസിക്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ള ഏരിയാസ്. ഈ പേപ്പറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സിലബസ് വേണമെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു 5-6 പേപ്പർ നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ പേപ്പേഴ്സിനും ഫോക്കസ് ഏരിയാസ് ഒക്കെ പഠിച്ചു പോയാൽ തന്നെ ധാരാളം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ബേസിക് ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ്, റേഡിയസിൻ്റെ പ്രോബ്ലം R=R0 a⁻⁴ പോലുള്ള ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് വരും. സെമി എംപിറിക്കൽ മാസ് ഫോർമുല, ഈ ഒരു ഫോർമുല പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തെടുക്കാം. ന്യൂക്ലിയർ ഫോഴ്സ്, ഇതൊക്കെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും വേണ്ട പഠിച്ചു തീർക്കാൻ അല്ലേ. ഇതിൽ നിന്നൊക്കെ എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്. ഷെൽ മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ ബീറ്റ ഗാമ ഡീക്കേസ്, കൺസർവേഷൻ ലോസ്. അപ്പോൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു പേപ്പർ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ പേപ്പറിൽ നിന്നുള്ള 10-12 മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അടുത്തത് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്. കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സും വളരെ ബുദ്ധിമുട്ടില്ലാത്തൊരു പേപ്പറാണ് കേട്ടോ. ന്യൂക്ലിയർ പോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്തെടുക്കാൻ പറ്റിയ പേപ്പറാണ്. ബ്രേവിസ് ലാറ്റിസ്, ലാറ്റിസ് സ്പെസിഫിക് ഹീറ്റ്, ഹാൾ ഇഫക്റ്റ്, ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ്, ഡയ പാരാ ഫെറോമാഗ്നറ്റിസം, സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇതിൽ ഈ ബ്രേവിസ് ലാറ്റിസ് എന്ന് പറയുന്നത് അതിൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ +1 +2 പഠിച്ചിട്ട് +2 ഉള്ള ടോപ്പിക് തന്നെയാണ്. അത് അധികം എക്സ്റ്റെൻഡഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. ഡയ പാരാ ആൻഡ് ഫെറോമാഗ്നറ്റിസം ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർ കണ്ടക്ടിവിറ്റിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ഫീൽഡിൻ്റെ ഇക്വേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇതും നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ഏരിയ കവർ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ടോപ്പിക്കുകളിലേക്ക് പോകാൻ നോക്കുക കേട്ടോ. അടുത്ത ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് കുറച്ച് പേർക്കൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ലോജിക് ഗേറ്റ് നിങ്ങൾക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടാവുന്നതാണ്. മൈക്രോ പ്രൊസസ്സർ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പഠിച്ചാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നുള്ളൊരു മാർക്ക് കിട്ടും. ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, ഓപ്പ് ആമ്പ് ഒക്കെ ഈസിയാണ്. ഡയോഡ്, ട്രാൻസിസ്റ്റർ, FET, AD ആൻഡ് DA കൺവേർട്ടേഴ്സ്, ഇതൊക്കെയാണ് ഇലക്ട്രോണിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും ടോപ്പിക്കുകളാണ്, അതായത് 9 ഡിഫറെൻറ്റ് ടോപ്പിക്കുകളാണ് സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ളത്. അതിൽ ഫോക്കസ് പോയിന്റ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം നമ്മൾ സെറ്റ് ഫിസിക്സ് PG റിലേറ്റഡ് ടോപ്പിക്കാണ്. നമ്മൾ കൂടുതലും അവിടുത്തെ ലൈബ്രറികളിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ടായിരുന്നു നമ്മൾ PGക്കൊക്കെ പഠിച്ചിരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഒന്നും കയ്യിലൊരു പക്ക നോട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടോസ് അക്കാഡമിയിൽ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്തവർക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന 10-90 ദിവസം കൊണ്ട് ഈ സെറ്റ് ഫിസിക്സ് ക്രാക്ക് ചെയ്യാവുന്ന രീതിയിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് നമ്മളിവിടെ ക്രാഷ് കോഴ്സ് നമ്മൾ ലീഡ് ചെയ്യാറ്. 3 മന്തിൻ്റെ ഓൺലൈൻ കോഴ്സുകളായിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും, മാക്സിമം PYQസും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യിക്കും. റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ആയിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്, ഔട്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇപ്രാവശ്യം സെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ SST ഫിസിക്സിനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. ഈ 2026 ഡിസംബറിൽ അവരുടെ റാങ്ക് ലിസ്റ്റ് തീരും. അപ്പോഴേക്കും അടുത്ത ഒരു ലിസ്റ്റ് നമുക്ക് വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാം റീസെൻ്റ് ആയിട്ട് ഡിസംബർ ജനുവരി തന്നെ നോട്ടിഫിക്കേഷൻ വരും. SSTക്കുള്ള ഈ ഒരു സെറ്റാണ് മാക്സിമം നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളത് ഈ വരുന്ന ഒരു സെറ്റ് ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സെറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. SST എന്നുള്ള നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇത് ലാസ്റ്റ് ചാൻസ് ആയിട്ട് കണ്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോഴും നിങ്ങൾ 90 ഡേയ്സ് ഉണ്ട്, 9 സബ്ജക്റ്റ് ഉണ്ട്. ഓരോ സബ്ജക്റ്റിനും 10 ദിവസം വെച്ചിട്ട് എടുത്ത് ആ 10 ദിവസത്തിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, കണ്ടന്റുകൾ എത്രയും പെട്ടെന്ന് കവറപ്പ് ചെയ്തിട്ട് PYQസിൻ്റെ ബേസിൽ ഒരു റിവിഷനും കൂടെയൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് അല്ലെങ്കിൽ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.